ടീച്ചറെ ടീച്ചറെ ഇതുവരെ തീരുമാനം പറഞ്ഞില്ല. അതെ, ഇക്കാര്യത്തിൽ ടീച്ചറാണ് തീരുമാനം പറയേണ്ടത്. ടീച്ചർ അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അങ്ങനെ തിരിച്ചും രണ്ടുപേരുടെ വീട്ടുകാരത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ സാറിന്റെ വീട്ടുകാർക്ക് പറ്റിയ ചെറിയൊരു അബദ്ധം, അവര് കുറച്ച് സ്ത്രീധനം ഡിമാൻഡ് ചെയ്തു. അത് ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ? ഇല്ല, കാര്യമാക്കാനില്ല. അത്രേ ഉള്ളൂ. തന്നെ പോലുള്ള ആണുങ്ങൾക്ക് അതൊരിക്കലും കാര്യമാക്കാനാവില്ല. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, അയാൾ സ്നേഹിച്ചത് എന്നെയാണോ എന്റെ പണത്തെയാണോ? അതിപ്പോ സാറല്ലല്ലോ, സാറിന്റെ വീട്ടുകാരല്ലേ. ആയിരിക്കാം. പക്ഷെ സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ പോലും നേരെ ചൊവ്വെ നിവർന്നു നിന്ന് ശരിയും തെറ്റും പറയാൻ കഴിയാത്ത ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മൈ ഡിയർ കൂട്ടുകാരാ, ഈ ദൂരെ നിന്ന് നോക്കി വെള്ളം ഒലിപ്പിച്ച് സ്വപ്നവും കണ്ടോണ്ട് നിൽക്കാതെ ഉള്ള നേരത്തെ ചെന്ന് മുട്ടാൻ നോക്ക്. ആവർത്തനത്താൽ വിരസമാവാത്തതായി പ്രേമമൊന്നല്ലാതെ എന്തു പാരിൽ. പ്രണയത്തെക്കുറിച്ച് ഇനിയും കവയത്രി ഈ കവിതയിൽ മനോഹരമായി സമർത്ഥിച്ചിരിക്കുന്ന വരികൾ വേറെയുണ്ട്. ഇന്നീ 20-ാം നൂറ്റാണ്ടിൻ അന്ത്യമാമി എക്സ്ക്യൂസ് മീ, എന്താടോ? ടീച്ചർ തീരുമാനമൊന്നും പറഞ്ഞില്ല. അതിനെന്തിനാ താൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇപ്പൊ വീട്ടുകാരുടെ മുന്നിൽ നേരെ ചൊവ്വെ നിവർന്ന് നിന്ന് സംസാരിക്കാനാവുമെന്ന് സാർ ഇപ്പൊ വന്ന് എന്നോട് പറഞ്ഞു. അത് അപ്പൊ തന്നെ ടീച്ചറോട് പറയാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ടീച്ചറുടെ അഭിപ്രായം അറിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ ചെന്ന് സാറിനോട് പറയാലോ. എന്റെ തീരുമാനം ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറയരുത്. ഇപ്പൊ തന്നെ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരുന്ന കവിത എന്നതാ? പഠിപ്പിച്ചോണ്ടിരുന്ന കവിത എന്നതാടാ? ആവർത്തനത്താൽ വിരസമാവാത്തതായി പ്രേമമൊന്നല്ലാതെ എന്തു പാരിൽ. ആഹാ, മിടുക്കൻ, വെരി ഗുഡ്, സിറ്റ് ഡൗൺ. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രമായോ? നമ്മൾ മുതിർന്നവർ വേണ്ടേ അവർക്ക് പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ? എന്റെ തീരുമാനം ഞാൻ തന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും താൻ ഇവിടെ കിടന്ന് പ്രസംഗിക്കാനാണ് ഭാവമെങ്കിൽ ഇനി ഞാൻ എടുക്കുന്ന തീരുമാനം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് പോവാൻ നോക്ക്. ഞാൻ അങ്ങനെ പിന്മാറൊന്നുമില്ല റോയ്. അവൾ എനിക്ക് ഇഷ്ടമാണ്, അത് അവൾക്ക് പറയാം. അവള് തന്നെ പറയും എന്നെ അവൾക്ക് ഇഷ്ടമാണ്. അതും എന്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ചു പറയും. നീ നോക്കിക്കോ. വിനയ, എന്താ താനിവിടെ കോളേജില്? പുസ്തക വിൽപ്പന ഇന്ന് ഇവിടെയാണോ? ഇല്ല, ഞാനിവിടെ ഒരു ആളെ കാണാൻ വേണ്ടി വന്ന. അല്ല, താനെന്താ ഇവിടെ? ഞാനും ഒരാളെ കാണാൻ വന്നതാ. പിന്നെ തന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം? ഒരുപാട് ആലോചിച്ചു. വിനയൻ എന്ത് കരുതുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയവരല്ലല്ലോ. ആ നിലയ്ക്ക് പറയുന്നതിൽ തെറ്റില്ലാന്ന് എനിക്ക് തോന്നി. താനീ വളച്ചു കേട്ടാതെ കാര്യം പറയടോ. വിനയനെ അറിയാലോ, സ്വന്തമെന്ന് പറയാൻ എനിക്കാകെ അച്ഛൻ മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായും അത്ര നല്ല അവസ്ഥയിലൊന്നും അല്ല ഞങ്ങള്. വിനയന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാ പറയുന്നത്. ഇനിയിപ്പോ താല്പര്യമില്ലെങ്കിൽ കൂടി നോന്ന് പറയരുത്. വിനയൻ എന്റെ കയ്യിൽ നിന്നൊരു പോളിസി എടുക്കണം. എന്താ? ബൂത്തിലെ വരുമാനം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സൈഡായി LIC ഏജന്റ് വർക്ക് കൂടി തുടങ്ങി. അതുകൊണ്ടാ പറയുന്നത്. അവൾ ഒരു പോളിസി എടുക്കാൻ പറഞ്ഞതിന് താൻ ഇത്ര ഇമോഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഇന്ന് വരെ ഒറ്റ പോളിസി എടുത്തിട്ടില്ല, എടുക്കുകയില്ല. അതാണ് എന്റെ പോളിസി. പിന്നെ ആ പെണ്ണ് പറഞ്ഞതുപോലെ പോളിസി ഒന്നും എടുത്തില്ലെങ്കിലും നീ അത്യാവശ്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പുസ്തക കച്ചവടം എന്ന് പറഞ്ഞ് വേഷം കെട്ടി നടക്കുന്നത് കളഞ്ഞിട്ട് ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്ക്. അങ്ങനെ ഒരു ജോലി സംഘടിപ്പിക്കാൻ നോക്കിട്ട് പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു വേഷവും കെട്ടി നടക്കുന്നത്. എന്നാ ഇനി മുതൽ ആ വേഷം കെട്ട് വേണ്ട. മാന്യമായി ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഞാൻ നിനക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ. കോളേജ് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ അയ്യടെ പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നുമല്ല. അതിനൊക്കെ നല്ല യോഗ്യന്മാരായിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ എന്ത് ജോലി? ജോലി എന്താന്ന് ചോദിച്ചാല് കോളേജ് ക്യാൻറ്റീനില് ഇങ്ങനെ. അത് ജോലി എന്താണ് എന്നുള്ളതിന്റെ ഉത്തരവല്ലല്ലോ. സൂപ്പർവൈസിങ്ങോ? ആ, എന്നെ പോലത്തെ സാറന്മാരും പിള്ളേരും ഒക്കെ വല്ലതും കഴിക്കാൻ വരും. അവർക്ക് വേണ്ട എന്താന്ന് വെച്ച് ചോദിക്കുക, കൊണ്ടുകൊടുക്കുക. അവർ പോയി കഴിയുമ്പോ ആ ഗ്ലാസും പാത്രമൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പിന്നെ നിനക്ക് പറ്റുമെങ്കിൽ ആ മേശയൊക്കെ ഒന്ന് പതുക്കെ തുടക്കുക. ഇതാണോ സൂപ്പർവൈസിങ്? സപ്ലയർ പണിന്ന് പറ.
ആ അങ്ങനെയും പറയും. ആ എന്നെ കൊണ്ട് പറ്റിയാല എന്റെ പൊന്ന് സാറേ, നാളെ ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കി അറ്റ്ലീസ്റ്റ് ഈ കേരളത്തിലെങ്കിലും അറിയപ്പെടേണ്ട ഒരു എഴുത്തുകാരനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എഴുതുന്ന ഈ കൈ കൊണ്ട് മേശ തുടക്കാന്ന് പറഞ്ഞാൽ എഴുതാത്ത ഈ കൈ കൊണ്ട് തുടച്ചാ മതി. പിന്നെ ഈ കാര്യത്തിൽ എന്റെ ഒരു സ്വാർത്ഥത കൂടി ഉണ്ടെന്ന് വെച്ചോ. നമ്മുടെ ടീച്ചറും ഇതേ കോളേജിൽ തന്നെയാണല്ലോ. നീ അവിടെ ഉണ്ടെങ്കിൽ സംഗതി എളുപ്പാവും. ഈ ലൈൻ ക്ലിയർ ചെയ്യാൻ ലൈൻമാൻ കൂടെ ഉള്ളത് നല്ലതല്ലേ? ഷോക്ക് അടിക്കില്ല. അതാണ് കാര്യം. എന്ത് തീരുമാനിച്ചു? തീരുമാനം ചോദിച്ചിന് നീ എന്തിനാ ചിരിക്കണേ? നിനക്ക് ഈ കിളിയാവുണ്ടോ? ഞാൻ എന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. സാറ് വായിച്ചു കാണും എന്റെ എന്താ? അല്ല പൂവ് വീണു എന്ന് പറഞ്ഞ നോവൽ. അതിലെ നായകൻ ഒരു ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെ അസ്തിത്വ ദുഃഖത്തിന്റെ ഭാഗമായി ഇതുപോലെ ഒരു ഹോട്ടലിലെ സപ്ലയർ ജോലിക്ക് പോകുന്നുണ്ട്. നോവലും കഥയും അസ്തിത്വമൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ? അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. എന്റെ കഥയിലെ നായകന് പോകാമെങ്കിൽ പിന്നെ എനിക്ക് പോയാൽ എന്താ പ്രോബ്ലം? എങ്കിൽ നീ നാളെ തന്നെ പോന്നേക്ക്. നാളെ കോളേജ് യൂണിയന്റെ ഇനോഗ്രേഷനാ. ക്യാൻറ്റീനിൽ പിടിപ്പത് പണിയുണ്ടാവും. ഞാൻ അപ്പച്ചനോട് പറഞ്ഞേക്കാം. ആരുടെ അപ്പച്ചൻ? ആരുടെ അപ്പച്ചനല്ല, കോളേജ് ക്യാൻറ്റീൻ നടത്തുന്ന ആളുടെ പേരാ അപ്പച്ചൻ.